ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂജൻ ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ കുറഞ്ഞ ചിലവിൽ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ മുട്ടയൊക്കെ വിരിക്കുന്ന സംഭവമില്ലേ, അതിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇൻക്യുബേറ്ററിൻ്റെ മേക്കിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ചട്ടപ്പെട്ടിയാണ്. അതായത് ഒരു ബോക്സ്, കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ കാർഡ്ബോർഡ് പീസില്ലേ അതെല്ലാം കവർ ചെയ്തെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇതിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ ബൾബ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പെട്ടി നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ ആ ഹീറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അലുമിനിയം ഫോയിൽ അതിലൊട്ടിച്ച് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ കണ്ടോ, നമ്മൾ ആ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മുടെ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ 4 സൈഡും ഇതുപോലെ കവർ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ പീസ് വേണം. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിൻ്റെ ആ പെട്ടിയുടെ അടിഭാഗം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പോഷനിലായിരിക്കും മുട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പണിയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ പെട്ടിയുടെ ഒരു സൈഡിൽ ഇതുപോലെ ചെറിയൊരു തുളയിട്ടെടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഒരു ബൾബ് ഹോൾഡറും അതുപോലെ തന്നെ ഒരു ബൾബും വേണം. ഒരു 60 വാട്ടിൻ്റെ ഒരു ബൾബും അതുപോലെ തന്നെ ഒരു ബൾബ് ഹോൾഡറും വേണം. അപ്പോൾ നമ്മുടെ ആ ബൾബ് ഹോൾഡർ ആ ഓട്ടയിലൂടെ നമ്മുടെ പെട്ടിക്കുള്ളിലേക്ക് കറക്റ്റ് ഈ ഒരു അളവിൽ വെച്ച് കൊടുക്കാം. അതായത് ഈ ഒരു അളവിൽ തന്നെ വെച്ച് കൊടുക്കുക, എന്നാലേ ഹീറ്റ് നല്ല കറക്റ്റായി കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ആ ബൾബ് എടുത്തതിന് ശേഷം നമ്മുടെ ആ ഹോൾഡറിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ 60 വാട്ട്സിൻ്റെ ബൾബിനെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ബൾബുകളാകുമ്പോൾ നല്ല ഹീറ്റ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മുടെ സാധാരണ ബൾബിലേറെ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഇൻക്യുബേറ്റർ, ഹാർച്ചറി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ 60 വാട്ട്സിൻ്റെ ബൾബ് യൂസ് ചെയ്യുന്നത്. അതായത് നല്ലൊരു താപനില അത് പ്രൊഡ്യൂസ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്തതിന് ശേഷം നമ്മുടെ തെർമാക്കോളിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കാരണം അവിടെ ആയിരിക്കും നമ്മൾ മുട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട സേഫായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അത് കവർ ചെയ്തെടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വിരിയിക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ആ മുട്ട എടുത്തതിന് ശേഷം നമ്മുടെ ഇൻക്യുബേറ്ററിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ഒരു കൃത്യമായിട്ടൊരു അളവ് പാലിച്ചുകൊണ്ട് വെച്ച് കൊടുക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ഈ മുട്ടകൾ തമ്മിൽ പരസ്പരം തൊട്ടില്ല എന്ന രീതിയിലാണ് വെച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ഇൻക്യുബേറ്ററിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻക്യുബേറ്ററിലുള്ള താപനില ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അതായത് ഇതിങ്ങനെ വെളിച്ചം പുറത്തോട്ട് പോകാത്ത രീതിയിൽ അടച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ ഓരോ ദിവസം കൂടുമ്പോഴും നമ്മുടെ ഈ അടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഈ വെച്ച് കൊടുത്ത മുട്ട അതും തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ ഇൻക്യുബേറ്ററിൽ നിന്നുള്ള ടെമ്പറേച്ചർ അത് ആ മുട്ടയുടെ ഒരു ഭാഗത്തോട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട കെട്ടുപോകും. അതായത് ഒരു ഭാഗത്തോട്ട് മാത്രം ചൂട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ട കെട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 3-4 പ്രാവശ്യമെങ്കിലും മുട്ട ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ വെച്ച് കൊടുത്ത വെള്ളമില്ലേ അത് കുറഞ്ഞു പോയിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ചൂട് തട്ടി അതിലെ വെള്ളമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഫില്ല് ചെയ്തേക്കുക. കാരണം ആ വെള്ളം ഇല്ലാതിരുന്നാൽ നമ്മൾ ആ മുട്ട ചിലപ്പോൾ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം അതിൽ നിറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിരിക്കണം. കാരണം നമ്മൾ അത്രയും ലോ ബഡ്ജറ്റിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇതിലേക്ക് CPU ഫാനോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അറിയാനായിട്ട് നമ്മുടെ ടെമ്പറേച്ചർ അങ്ങനെ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. നമ്മൾ ആകെ ഒരു ബൾബ് വെച്ചിട്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താലേ മാത്രമേ ആ മുട്ട വിരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു ചിലവിൽ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് ആ മുട്ട വെച്ച് പോയി 21 ദിവസം നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കുവാണെങ്കിൽ ഒരിക്കലും ആ മുട്ട വിരിഞ്ഞ് കിട്ടത്തില്ല. കാരണം ആ മുട്ട കെട്ടുപോവാണ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ 21 ദിവസം നമ്മുടെ പെട്ടി തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ശരിക്കും ഇത് വിരിയുന്ന, അതായത് ആ മുട്ട പൊട്ടി വരുന്ന ആ വീഡിയോ എടുക്കണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ വന്ന് നോക്കിയപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ന്യൂജൻ ഐഡിയാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും see you again. Bye.